രാത്രി പുതിയതായി പണി കഴിപ്പിച്ച വീട്ടിലെ AC മുറിയിൽ കട്ടിൽ ഗഫൂർ മലർന്നു കിടന്നു. അവൻ്റെ മനസ്സ് നിറയെ സന്തോഷം തിരതല്ലി. എത്രയോ വർഷത്തെ തൻ്റെ ആഗ്രഹമാണ് സഫലമായിരിക്കുന്നത്. മരുഭൂമിയിൽ കിടന്ന് താൻ എത്രമാത്രം കഷ്ടപ്പെട്ടു സ്വന്തമായൊരു വീടുണ്ടാക്കാൻ ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഗഫൂർ ആദ്യമായി ഗൾഫിൽ പോകുമ്പോൾ വീടിൻ്റെ മുഴുവൻ ഭാരവും അവൻ്റെ ചുമലിലായിരുന്നു. ജോലി ചെയ്ത് അവൻ 2 സഹോദരിമാരെ വിവാഹം ചെയ്തു. അനിയനെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കി. ഒടുവിലായിരുന്നു അവൻ്റെ വിവാഹം. വിവാഹത്തോടെ കുടുംബാംഗങ്ങൾ ഗഫൂറിനെ വീട്ടിൽ നിന്നും അകറ്റി. കാരണം അവൻ വിവാഹം ചെയ്തത് കുഞ്ഞുനാൾ തൊട്ടേ തൻ്റെ പ്രണയിനിയായിരുന്നു, സീനത്തിനെയാണ്. അവളാകട്ടെ തീർത്തും പാവപ്പെട്ട കുടുംബത്തിലെ ഒരംഗവും. ഗഫൂറിൻ്റെ വീട്ടുകാർ ബന്ധുക്കളുമൊന്നും ഒട്ടും ഇഷ്ടമായില്ല ഈ ബന്ധം. അവർ ഗഫൂറിന് വേണ്ടി ബന്ധത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയെ കണ്ടുവച്ചിരുന്നു. എന്തുതന്നെയായാലും സീനത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം തനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം ഗഫൂർ ഒരിക്കൽ കൂടി മനസ്സിലോർത്തു. വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയിരുന്നു. വീട്ടിൽ ഗഫൂർ, ഭാര്യയും കുട്ടികളും മാത്രം. കുട്ടികൾ ഉറക്കം പിടിച്ച് കഴിഞ്ഞിരുന്നു. കയ്യിൽ രാത്രി കുടിക്കാനുള്ള വെള്ളം നിറച്ച ജഗ്ഗുമായി സീനത്ത് മുറിയിലേക്ക് കടന്നു ചെന്നു. ജഗ്ഗ് ടേബിളിന് മുകളിൽ വെച്ച ശേഷം അവൾ ഭർത്താവിനെ നോക്കി. എന്താണ് ഇത്ര ആലോചന? നിന്നെയും കുട്ടികളെയും കുറിച്ച് തന്നെ, അല്ലാതെ പിന്നെ ഞാൻ എന്താ ആലോചിക്കാൻ? ഗഫൂർ പ്രിയതമയെ നോക്കി മന്ദഹസിച്ചു കൊണ്ട് പറഞ്ഞു. പിന്നെ എന്നെക്കുറിച്ച് ആലോചിക്കണ ഒരാള്, സീനത്ത് പരിഭവം നടിച്ചു കൊണ്ട് പറഞ്ഞു. എന്നാ അങ്ങനെയാവട്ടെ, ഞാൻ തർക്കിക്കുന്നില്ല. ഗഫൂർ അവളെ കയ്യിൽ പിടിച്ച് ബെഡിൽ തൻ്റെ അരികിലായി ഇരുത്തി. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ കണ്ണുകളുമായി ഉടക്കി. ഏതാനും നിമിഷം അവൻ അങ്ങനെയിരുന്നു. തന്നെപ്പോലെ തന്നെ അവളുടെ മീകളും എന്തിനൊക്കെയോ വേണ്ടി ദാഹിക്കുന്നതായി അവന് തോന്നി. അടുത്ത നിമിഷം സീനത്തിനെ തൻ്റെ മാറിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഗഫൂർ ആ വെളുത്തു തുടുത്ത കവിളിൽ ഉമ്മ വെച്ചു. എന്തൊരു ആവേശമാണ് ഈ മനുഷ്യന്! സീനത്ത് നാണം ഭാവിച്ച് ചിണുങ്ങി. പിന്നെ ആവേശമുണ്ടാകാതെ ഇരിക്കുമോ? ലീവ് തീരാനിനി 3 ദിവസം കൂടി മാത്രം, അവൻ പറഞ്ഞു. അപ്പോഴാണ് സീനത്ത് ആ കാര്യത്തെക്കുറിച്ചോർത്തത്. ഭർത്താവിൻ്റെ ലീവ് തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. അതു കഴിഞ്ഞാൽ തന്നെയും മക്കളെയും ഒറ്റയ്ക്കാക്കി അദ്ദേഹം ഗൾഫിലേക്ക് മടങ്ങിപ്പോകും. പിന്നെ എത്രയോ നാളുകൾ കഴിഞ്ഞാണ് ഇതുപോലെ കൂടിച്ചേരലുണ്ടാവുക. അവളുടെ മനസ്സു നേറി. തൻ്റെ മനസ്സിലെ വിങ്ങൽ അവൾ പുറത്തു കാണിച്ചില്ല. തൻ്റെ കണ്ണുകൾ നിറഞ്ഞാൽ അത് ഭർത്താവിന് താങ്ങാനാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി ഭർത്താവിൻ്റെ കരവലയത്തിലൊതുങ്ങി അവൾ ഇരുന്നു. ഗഫൂർ തൻ്റെ ചുണ്ടുകൾ അവളുടെ നനവാർന്ന ചുണ്ടുകളിലേക്ക് ചേർത്തു. സീനത്തെ, എൻ്റെ പൊന്നേ! പ്രിയതമൻ്റെ പ്രണയാർത്ഥമായ വിളി അവളെ കോൾമയിൽ കൊള്ളിച്ചു. തൻ്റെ കരങ്ങളും കൊണ്ട് അവൾ ഭർത്താവിനെ തന്നിലേക്ക് ചേർത്തണച്ചു. 3 ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. ഗഫൂറിൻ്റെ അവധി തീർന്നു. ഗൾഫിലേക്ക് മടങ്ങിപ്പോകേണ്ടുന്ന സമയം വന്നെത്തി. രാവിലെ തന്നെ യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. സീനത്തിന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ഇനി എത്ര നാളുകൾക്ക് ശേഷമാണ് തൻ്റെ പ്രിയതമനെ ഒരു നോക്ക് കാണാൻ കഴിയുക? ഓർത്തപ്പോൾ സങ്കടം കൊണ്ട് അവളുടെ ഹൃദയം നീറിപ്പിടഞ്ഞു. ഗഫൂറിൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. സ്വന്തമായൊരു വീട് പണിതു. എന്നിട്ടോ ആ വീട്ടിൽ ഭാര്യയും കുട്ടികളും ഒന്നിച്ച് കുറച്ചു നാളെങ്കിലും കഴിയുന്നതിന് മുന്നേ പോകേണ്ടി വന്നിരിക്കുന്നു. വീട് മാത്രം പോരല്ലോ, ജീവിക്കാൻ പണം കൂടി വേണം. അതിന് ഗൾഫിലേക്ക് മടങ്ങിപ്പോയേ മതിയാകൂ. അവൻ തൻ്റെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകാൻ തയ്യാറായി ഇറങ്ങി. എയർപോർട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ ബന്ധുക്കളൊപ്പം സീനത്തും പോയി. ഗഫൂർ പോയതോടെ സീനത്തും കുട്ടികളും തനിച്ചായി വീട്ടിൽ. കുറച്ച് ദിവസത്തേക്ക് രാത്രി കാലങ്ങളിൽ കൂട്ടുകിടക്കാനായി സീനത്തിൻ്റെ ബാപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും മാത്രമാണ് ഏക ആശ്വാസം. ഗഫൂർ പുതുതായി പണിത വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയാണ് സീനത്തിൻ്റെ സ്വന്തം വീട്.
ഇത്രയും കാലം സീനത്തും കുട്ടികളും അവിടെയായിരുന്നു താമസം. ആങ്ങള വിവാഹം കഴിച്ചതോടെ അവിടെ താമസം ബുദ്ധിമുട്ടായി. ആങ്ങളയുടെ ഭാര്യയ്ക്ക് ആരെയും ഇഷ്ടമല്ല എന്നതു തന്നെയാ കാരണം. പുതുതായി വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായെങ്കിലും അയൽക്കാരെയൊന്നും വിശദമായി പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കേറി താമസത്തിൻ്റെ അന്ന് ഒരുപോള കണ്ണും ഇന്ന് എന്തായാലും അയൽക്കാരെ വിശദമായി ഒന്ന് പരിചയപ്പെടണം. ഇല്ലെങ്കിൽ പെട്ടെന്നൊരാവശ്യം വന്നാൽ ആരും സഹായത്തിനുണ്ടാവില്ല. വീട്ടിൽ ജോലികളെല്ലാം ചെയ്തു തീർത്ത ശേഷം അവൾ തൊട്ട അയൽപക്കത്തെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സീനത്ത് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ, ഭാര്യ ശീലയും അവരുടെ 2-3 വയസ്സും ഉള്ള 2 പെൺകുട്ടികളുമാണ് ആ വീട്ടിൽ താമസിക്കാർ. ഓട്ടോറിക്ഷ ഓടിക്കലാണ് സുരേന്ദ്രൻ്റെ ജോലി. സ്വന്തമായി ഒരു ഓട്ടോറിക്ഷ ഉണ്ട് അയാൾക്ക്. ശീല വീട്ടിലിരുന്ന് ചെറിയ തയ്യൽ ജോലി ചെയ്യുന്നുണ്ട്. തികച്ചും പാവപ്പെട്ടവരാണ് ആ കുടുംബമെന്ന് സീനത്തിന് മനസ്സിലായി. നിമിഷങ്ങൾക്കകം ഇരു കുടുംബങ്ങളും തമ്മിൽ നല്ല സൗഹൃദത്തിലായി. കുട്ടികൾ തമ്മിൽ ഇതിനകം തന്നെ സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഏതൊരാവശ്യത്തിനും സീനത്ത് സഹായം പകർന്നുകൊണ്ട് ഷീലയെയും കുടുംബവും ഒപ്പം നിന്നു. എല്ലാ ദിവസവും വിശേഷങ്ങൾ തിരക്കിക്കൊണ്ട് സീനത്തിനോട് തോടി ഭർത്താവിൻ്റെ ഫോൺ കോളും എത്തിക്കൊണ്ടിരുന്നു. അന്നേ ദിവസം വൈകിട്ട് പതിവ് പോലെ ഫോൺ വിളിച്ചപ്പോൾ ഗഫൂർ പറഞ്ഞു, അടുത്ത ദിവസം എൻ്റെ സ്നേഹിതൻ സുൽഫീഖർ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിനക്കും കുട്ടികൾക്കും വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടുന്നുണ്ട് ഞാൻ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുൽഫീഖർ നാട്ടിലെത്തി. ഭർത്താവിൻ്റെ ഉറ്റ ചങ്ങാതിയാണ് സുൽഫീഖർ എന്ന കാര്യം സീനത്ത് അറിയാം. ഭർത്താവ് മുഖേനയാണ് സുൽഫീഖർ ഗൾഫിലേക്ക് പോയതും അതിൻ്റെ ഒരു നന്ദിയും എന്നും അവനും കുടുംബത്തിനും ഉണ്ടെന്ന് ഭർത്താവ് പലപ്പോഴും പറയാറുള്ളത് സീനത്ത് കേട്ടിട്ടുണ്ട്. സുൽഫീഖർ നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഗഫൂറിൻ്റെ വീട്ടിലെത്തി. സീനത്തിനും കുട്ടികൾക്കുമായി കൊണ്ടുവന്ന സാധനങ്ങൾ അവൻ അവർക്ക് കൈമാറി. തുടർന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, ഇനി ഗൾഫിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കണം. അത് നല്ലതാണ്. കുടുംബങ്ങൾക്കൊപ്പം കഴിയുമല്ലോ. സീനത്ത് അവനെ അനുകൂലിച്ചു കൊണ്ട് പറഞ്ഞു. സീനത്ത് അവന് ചായ കൊണ്ടു ചെന്ന് കൊടുത്ത് ചായ കുടിക്കുന്നതിനിടയിൽ സുൽഫീഖർ അവളെ ശ്രദ്ധിച്ചു. എന്തൊരു സൗന്ദര്യമാണ് ഇവൾക്ക്. 2 കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നില്ല. പൂമ്പായം പോലെ തൊടുത്തു കൊയ്ത്തിരിക്കുന്ന കൊച്ചു സുന്ദരി. അവൻ മനസ്സിൽ ചിന്തിച്ചു. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ തനിച്ചാക്കി ഗൾഫിൽ പോയി കിടക്കുന്ന ഗഫൂറിനോട് അവന് വെറുപ്പ് തോന്നി. ചായ വളരെ നന്നായിട്ടുണ്ട്. ഗ്ലാസ് സീനത്തിനു നേരെ നീട്ടിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സുൽഫീഖർ മെല്ലെ പറഞ്ഞു. അവൾ വെറുതെ മന്ദഹസിച്ചു. ഇനിയും ഇങ്ങനെ ഒറ്റത്തടിയായി നടന്നാ മതിയോ? ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ? അവൾ സുൽഫീഖറിനോട് ചോദിച്ചു. കഴിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് സീനത്തിനെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? പറഞ്ഞിട്ട് അവൻ കുസൃതിയോടെ അവളെ ഒളിക്കണ്ണിട്ട് നോക്കി. അവിടെ വല്ലാത്തൊരു തിളക്കം അവന് കണ്ടു. പിന്നെ ഒന്ന് പോ സുൽഫീഖറെ, എനിക്ക് അത്ര സൗന്ദര്യമൊന്നുമില്ല. സീനത്ത് മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെയും ഏതാനും നേരം കൂടി സംസാരിച്ചിരുന്നുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് മടങ്ങിയത്. പോകാൻ നേരം തൻ്റെ മൊബൈൽ നമ്പർ അവൻ സീനത്തിൽ നിന്ന് നൽകി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. എന്താവശ്യമുണ്ടായാലും ചെയ്ത് കൊടുക്കണമെന്ന് ഗഫൂർ എന്നോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവൻ അവളുടെ സുന്ദരമേനിയിലൂടെ കണ്ണോടിച്ചു കൊണ്ട് പറഞ്ഞു. അങ്ങനെയാവട്ടെ. സീനത്ത് പുഞ്ചിരിയോടെ മറുപടി നൽകി. ഒരു നിമിഷം സുൽഫീഖർ നടന്നു പോകുന്നത് നോക്കി നിന്നിട്ട് മെല്ലെ വീടിനുള്ളിലേക്ക് നടന്നു അവൾ. ഈ സമയം കുട്ടികൾ തങ്ങൾക്കുള്ള സമ്മാന പൊതികൾ അയക്കുന്ന തിരക്കിലായിരുന്നു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ സുൽഫീഖർ 2 തവണ സീനത്തിൻ്റെ വീട്ടിൽ വന്നുപോയി. അവൻ്റെ സന്ദർശനം സീനത്തിന് ഒരു ആശ്വാസമായി തോന്നി. തങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന ചിന്ത അവളിൽ സന്തോഷം പടർത്തി. ഈ സമയം സുൽഫീഖർ ഒരു കാറു വാങ്ങി ടാക്സിയായി ഓടിക്കാൻ തീരുമാനമെടുത്തു. അവൻ സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടും 1 ലക്ഷം രൂപയുടെ കുറവ് വന്നു. അതിനായി അവൻ പല വഴികളും ആലോചിച്ചു.
ഒരൊത്തും പിടിയും കിട്ടിയില്ല. ഇടയ്ക്ക് ഗഫൂർ വിളിച്ചപ്പോൾ അവൻ കാശിൻ്റെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. 1,00,000 രൂപ തൻ്റെ കയ്യിൽ ഉണ്ടെന്നും അത് തരാമെന്നും അവൻ സുൽഫീഖറിന് വാക്കുകൊടുത്തു. പണം സുൽഫീഖറിന് കൊടുക്കുന്നതിനെക്കുറിച്ച് ഗഫൂർ സീനത്തിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. സുൽഫീഖറിന് പണം കടം കൊടുത്ത് സഹായിക്കുന്നതിന് സീനത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഭർത്താവിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് ആവശ്യം നിറവേറ്റാൻ തയ്യാറായി. അടുത്ത ദിവസം തന്നെ പണം വാങ്ങുന്നതിനായി സുൽഫീഖർ സീനത്തിൻ്റെ വീട്ടിലെത്തി. സുൽഫീഖർ കൊണ്ടുവന്ന കാറിൽ ഇരുവരും കൂടി ബാങ്കിലേക്ക് തിരിച്ചു. ബാങ്കിൽ നിന്നും പണം എടുത്തുകൊണ്ട് മടങ്ങാൻ നേരം തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ചായ കുടിച്ച് മടങ്ങുമെന്ന് സുൽഫീഖർ അവളോട് പറഞ്ഞു. ഇരുവരും കൂടി റെസ്റ്റോറൻറ്റിൽ കടന്ന് ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത ശേഷം വെറുതെ സംസാരിച്ചിരുന്നു. സുൽഫീഖറിൻ്റെ മനസ്സ് നിറയെ തൻ്റെ മുന്നിലിരിക്കുന്ന സീനത്തിൻ്റെ സുന്ദരമുഖം നിറഞ്ഞു നിന്നു. ഒരു അപസര കന്യകയെപ്പോലെ മനോഹരിയായ സീനത്തിനെ വിട്ടുപിരിയാൻ മനസ്സ് അനുവദിച്ചില്ലെങ്കിലും ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അവൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ദിവസങ്ങൾ കടന്നു പോകവേ സുൽഫീഖർ സീനത്തിൻ്റെ വീട്ടിൽ നിത്യസന്ദർശകനായി മാറി. എല്ലാ ദിവസവും അവൻ അവളെ ഫോൺ ചെയ്യും. ഒരുപാട് നേരം വിശേഷം പങ്കുവെക്കുകയും കളിതമാശകൾ പറയുകയുമൊക്കെ പതിവായി. പോകവേ പരസ്പരം കണ്ടില്ലെങ്കിൽ സീനത്തിന് അതൊരു അസ്വസ്ഥതയായി തീർന്നു. സുൽഫീഖർ വീട്ടിൽ വരുമ്പോഴെല്ലാം അവനിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അവൾ വിരുന്നുകൂട്ടി. കുട്ടികൾക്കും അവനെ വലിയ ഇഷ്ടമായി. കാരണം അവൻ വരുമ്പോഴൊക്കെ കൈ നിറയെ കളിപ്പാട്ടങ്ങളും മിഠായികളും ഒക്കെ അവർക്ക് കൊണ്ടുവന്നു കൊടുത്തുകൊണ്ടിരുന്നു. സുൽഫീഖറിനെ നിത്യമുള്ള സന്ദർശം ഇതിനകം തന്നെ അയൽവക്കത്ത് വാർത്തയായി കഴിഞ്ഞിരുന്നു. എന്തിന് ഇവൻ ആൺ തുണയില്ലാത്ത വീട്ടിൽ ഇങ്ങനെ കയറിയിറങ്ങുന്നത്? അയൽക്കാർ സംശയം ഉന്നയിച്ചു. സീനത്തിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചവർക്കെല്ലാം അവൾ തക്കതായ മറുപടി കൊടുത്തു. ഒരിക്കലും ഈ ഒരു കാര്യം ചോദിച്ചതിൻ്റെ പേരിൽ അയൽവാസിയും ആത്മാർത്ഥ സുഹൃത്തുമായിരുന്ന ഷീലയുടെ കുടുംബവുമായി പോലും അവൾ ബന്ധം അവസാനിപ്പിച്ചു. പരസ്പരം കണ്ടാൽ മിണ്ടാതെയായി. ഇതിനിടയിൽ പല പ്രാവശ്യം സുൽഫീഖർ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സീനത്തിൽ നിന്നും പണം കടം വാങ്ങി. ഇതൊന്നും ഗൾഫിൽ കഴിയുന്ന ഗഫൂർ അറിയുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഇങ്ങനെയോ ഇത് കാണാനിടയായി. സീനത്തിൻ്റെ ബാപ്പ ഇതും പറഞ്ഞ് ബഹളമുണ്ടാക്കി. ആവശ്യമില്ലാതെ ഒരാൾക്കും പണം കടം കൊടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ മകളെ വിലക്കി. ഭർത്താവ് പറഞ്ഞിട്ടാണ് പണം കടം കൊടുക്കുന്നതെന്ന് അവൾ ബാപ്പയോട് കള്ളം പറഞ്ഞു. അതും വിശ്വസിച്ചത് കൊണ്ടാവാം അദ്ദേഹം പിന്നീടൊന്നും പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. ദിവസങ്ങൾ കടന്നു പോകവേ എന്തു ചോദിച്ചാലും അതൊക്കെയും തന്നെ സുൽഫീഖറിന് എടുത്തു കൊടുക്കുന്ന അവസ്ഥയിലായി തീർന്നു സീനത്ത്. അത്രമേൽ അവളുടെ മനസ്സ് അവനുമായി അടുത്തു കഴിഞ്ഞു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് നേരം ഭക്ഷണം കഴിക്കാതെ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സീനത്ത്. കുട്ടികൾ ബാപ്പയുടെ കൂടെ വീട്ടിൽ പോയിരിക്കുന്നു. ഈ സമയം സുൽഫീഖർ അവിടേക്ക് കടന്നു ചെന്നു. ഇതുവരെയും അവൻ്റെ വരവും കാത്ത് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന സീനത്ത് ഭക്ഷണം വിളമ്പി. തുടർന്ന് ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞതും കളിതമാശകൾ പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇരുവരും ബെഡ്റൂമിലേക്ക് നടന്നു. താൻ ജീവിച്ചതിൽ ഇന്നേ വരെ കണ്ടതിൽ വെച്ചേറ്റവും സുന്ദരിയായ പെണ്ണ് ഇതാ തനിക്ക് സ്വന്തമായിരിക്കുന്നു. അവളെ കൊതി തീരെ ആസ്വദിക്കാനുള്ള സുവർണാവസരം ഇതാ കൈവന്നിരിക്കുന്നു. ഓർത്തപ്പോൾ സുൽഫീഖറിന് സന്തോഷം അടക്കാനായില്ല. സീനത്തിൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് കെട്ടിപ്പുണർന്നു കിടക്കാൻ അവൻ്റെ ഹൃദയം തുടികൊണ്ടു. അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു അവൻ. ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങി നിന്നു. തൻ്റെ ഹൃദയപ്പിടിപ്പ് വേഗത കൂടുന്നത് അവൾ അറിഞ്ഞു. ഈ നിമിഷം ഒരിക്കലും മറക്കില്ല ഞാൻ. സീനത്തിൻ്റെ മാറിൽ മുഖമമർത്തി ആ വിയർപ്പിൽ കുളിച്ച് തളർന്നു കിടക്കവേ സുൽഫീഖർ മന്ത്രിച്ചു. ഞാനും മറക്കില്ല, അവൾ പറഞ്ഞു. അന്നു ഇതുപോലെ എൻ്റെ ചാരത്ത് ഉണ്ടാകുമോ സുൽഫീഖർ? സീനത്ത് കാതോരയായി. ഉണ്ടാവും, എന്നും ഉണ്ടാവും. അവൻ അവളെ ഒരിക്കൽ കൂടി കെട്ടിപ്പുണർന്നു. ഇത്ര സുന്ദരിയായൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും സുഖാനുഭൂതി ഇതിനു മുമ്പ്
എങ്ങും നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിന്റെ ഈ സുന്ദരമേനി, നിന്റെ ഈ ഗന്ധം എല്ലാം എന്നും എനിക്ക് വേണം. അവൻ വീണ്ടും അവളെ പുണർന്നു ചുംബിച്ചു. മതി, എനിക്കിതു മതി. എനിക്ക് ഇനി സിൽഫിയെ പിരിഞ്ഞ് ജീവിക്കാനാവില്ല. എൻ്റെ ഇക്കയേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവളുടെ ശബ്ദം കുറുകി. അവൾ അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. ആ സമയം സീനത്തിൻ്റെ മനസ്സിൽ സുൽഫിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവിനെയും മക്കളെയുമെല്ലാം അവൾ അതുവരെ അനുഭവിച്ച സുഖഭൂതിയിൽ മുഴുകി മറന്നുപോയിരുന്നു. വണ്ടിക്ക് അല്പം പണിയും കൂടിയുണ്ട്. ഇനി പോയിട്ട് വേണം അതിന് പണം എവിടെയെന്നെങ്കിലും കണ്ടെത്താൻ. പോകുന്നേരം ഷർട്ടിൻ്റെ കൈകൾ മടക്കി വെച്ചുകൊണ്ട് നിരാശ നടിച്ച് സീനത്തിനെ നോക്കി അവൻ പറഞ്ഞു, എത്ര രൂപ വേണ്ടിവരും? ഇനി കുറച്ച് വല്ലതുമാണെങ്കിൽ ഞാൻ തരാം. സീനത്ത് പറഞ്ഞു, ഒരു 25,000 രൂപയെങ്കിലും വേണ്ടിവരും. അത്രയും എൻ്റെ കയ്യിലില്ല. സീനത്ത് നിരാശയോടെ പറഞ്ഞു. സാരമില്ല, ഞാൻ മറ്റെവിടെയെന്നെങ്കിലും സംഘടിപ്പിച്ചു കൊള്ളാം. സീനത്തിന് ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് തരാനുണ്ട്. ഇനിയും തന്നോട് കടം വാങ്ങുന്നത് എങ്ങനെയാണ്? പറഞ്ഞിട്ട് അവൻ ഇടം കണ്ണിട്ട് അവളെ നോക്കി. അവളുടെ മുഖത്ത് നിരാശ പടരുന്നത് അവൻ കണ്ടു. ഓ, എൻ്റെ കടത്തെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ സങ്കടം കൊള്ളേണ്ട. അതൊക്കെ പതിയെ വീട്ടിയാൽ മതി. ആദ്യം ഞാനൊരു നിലയിലാവട്ടെ. തൽക്കാലം സുൽഫിയുടെ ആവശ്യത്തിന് ഞാനൊരു വള തരാം. അത് പണയം വെച്ച് ആവശ്യത്തിനുള്ള പണം കണ്ടെത്ത്. അവൾ അലമാരയിൽ നിന്നും വളയെടുത്ത് പൊതിഞ്ഞുകൊണ്ട് അവന് നേരെ നീട്ടി. ഇത് വേണ്ടായിരുന്നു. ഒരു ഭംഗി വാക്കുകൾ പോലെ പറഞ്ഞിട്ട് അവൾ നീട്ടിയ വളയുടെ പൊതി വാങ്ങി പോക്കറ്റിലിട്ട് അവൻ. ആ സമയത്ത് അവൻ്റെ ചുണ്ടിൽ ഒരു ഗൂഢമന്ദഹാസം വിരിഞ്ഞത് സീനത്ത് കണ്ടില്ല. ഒരിക്കൽ കൂടി സീനത്തിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പുണർന്ന് ചുംബിച്ച് അവൻ എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. സുൽഫിക്കർ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ സീനത്തിന് വല്ലാത്തൊരു നിരാശ തോന്നി. ഏതാനും നേരം ആ പോക്ക് നോക്കി നിന്നിട്ട് ഒരു ദീർഘശ്വാസം ഉതിർത്തുകൊണ്ട് അവൾ മെല്ലെ അകത്തേക്ക് നടന്നു. സുൽഫിക്കർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പല പ്രാവശ്യം സീനത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടിരുന്നു. പണമില്ലാതെയായപ്പോൾ അവൾ തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകി. അവസരം കിട്ടിയപ്പോഴെല്ലാം സീനത്തിന് രതിസുഖം പകർന്നു നൽകാൻ അവന് മടിച്ചില്ല. തൻ്റെ പോയി വാക്കുകളിലും കളികളിലുമെല്ലാം സീനത്ത് അതീവ വിശ്വസ്തയായി സംതൃപ്തിയുമാണെന്ന് അവന് അറിയാമായിരുന്നു. ഈ അവസരം സുൽഫിക്കർ ശരിക്കും മുതലെടുത്തു. ഒരിക്കൽ സീനത്തിൻ്റെ ഉമ്മ അവളോട് ആഭരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. കള്ളന്മാരെ ഭയന്ന് അതൊക്കെ ബാങ്കിൽ ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്ന് അവൾ കള്ളം പറഞ്ഞു. ദിവസങ്ങൾ കടന്നു പോകവേ സുൽഫിക്കറിനെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു സീനത്ത്. അവൻ അടുത്തുള്ള നിമിഷങ്ങളത്രയും അവൾക്ക് അത്രമേൽ സ്വർഗീയ സുഖങ്ങളാണ് പകർന്നുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഉച്ചയ്ക്ക് അവളെ തേടി ഗൾഫിൽ നിന്നും ഭർത്താവിൻ്റെ ഫോൺ കോൾ എത്തി. ഫോൺ അറ്റൻഡ് ചെയ്യാൻ അവൾക്ക് താല്പര്യം തോന്നിയില്ല. പണ്ടൊക്കെ ഭർത്താവിൻ്റെ ഒരു ഫോൺ കോളിനായി അവൾ കാതോർത്തിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അവളുടെ മനസ്സ് നിറച്ചും സുൽഫിക്കറാണ്. ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് അവളുടെ ഭർത്താവിനെ അവൾ മറന്നു തുടങ്ങി എന്നു വേണമെങ്കിലും പറയാം. പതിവില്ലാതെ ഫോൺ ബെല്ലടിക്കുകയും അത് പലതവണ ആവർത്തിക്കുകയും ചെയ്തപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഒരു നിമിഷം മറുതലയ്ക്കൽ നിന്ന് കേട്ട വാക്കുകൾ അവളെ ഞെട്ടിച്ചു കളഞ്ഞു. ഗഫൂർ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എന്തൊക്കെയോ പ്രോബ്ലം. കമ്പനി അടച്ചു പൂട്ടുന്നു. ജോലി നഷ്ടപ്പെടാൻ പോകുന്നു. ഒരു മാസത്തിനുള്ളിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗഫൂർ നാട്ടിലെത്തിച്ചേരും. പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല. ഉള്ള സമ്പാദ്യങ്ങളൊക്കെ കൂട്ടിവെച്ച് നാട്ടിൽ തന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാനാണ് തീരുമാനം. മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ സീനത്ത് ഫോൺ വെച്ചു. അവൾ തല കറങ്ങുന്നത് പോലെ തോന്നി. വീയാതിരിക്കാൻ അവൾ ഭിത്തിയിൽ ചാരി നിന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് എന്നേക്കുമായി മടങ്ങുവരുമെന്നത്രേ. അതും ഉള്ള സമ്പാദ്യമൊക്കെ കൂട്ടിവെച്ച്
ഉള്ള കാലം നാട്ടിൽ തന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ. മുൻപൊക്കെ ആയിരുന്നു ഈ വാർത്ത കേൾക്കുന്നതെങ്കിൽ താൻ എത്രമാത്രം സന്തോഷിച്ചേനെ. പക്ഷേ ഇപ്പോൾ ഗഫൂർ എത്തിയാൽ ആദ്യം ചോദിക്കുന്നത് ബാങ്കിലുണ്ടായിരുന്ന പണത്തെക്കുറിച്ചും തൻ്റെ ആഭരണങ്ങളെക്കുറിച്ചുമായിരിക്കും. വീട് പണിക്കിടയിൽ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒരു പണയം വെക്കാൻ പോലും എടുക്കാത്ത തൻ്റെ ആഭരണങ്ങളാണ് തൻ്റെ ഭർത്താവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സുൽഫിക്കറിന് എടുത്തു കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഇനി എന്തു ചെയ്യും? ആഭരണങ്ങൾ 3/4 ഭാഗവും സുൽഫിക്കറിൻ്റെ കയ്യിലുള്ളതാണ്. അതുകൂടാതെ രൂപയും. പെട്ടെന്ന് എല്ലാം തിരികെ വേണമെന്ന് പറഞ്ഞാൽ സുൽഫിക്കർ എന്തു ചെയ്യും? അല്ലെങ്കിൽ തന്നെ അവനോട് പെട്ടെന്ന് ഇതൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ എങ്ങനെ തനിക്ക് കഴിയും? ഉത്തരമില്ലാത്ത ഒരുപാട് ചിന്തകളിൽ അവളുടെ മനസ്സ് പ്രകമ്പനം കൊണ്ടു. എന്തായാലും സുൽഫിക്കറിനെ വിളിച്ച് വിവരം അറിയിക്കാം. ഉടൻ തന്നെ അവൾ ഫോൺ വിളിച്ചു അവനോട് അത്യാവശ്യമായി വീട്ടുവരെ വരണമെന്നും പറഞ്ഞു. മനസ്സിനും ശരീരത്തിനും വല്ലാത്ത തളർച്ച തോന്നി. അവൾ മെല്ലെ കട്ടിൽ കയറി കിടന്നു.